നമ്മുടെ വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ വരുന്ന വീഡിയോ സജഷൻസ് ആണ് രന്തംപൂരിലുള്ള മച്ച്ലി എന്ന് പറഞ്ഞ ടൈഗറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നൊരു ആരോഹെഡിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ, തടോബയിലുണ്ടായിരുന്ന ഈ മായ എന്ന് പറഞ്ഞൊരു ടൈഗറിനെ കുറിച്ച് വീഡിയോ ചെയ്യാമോ, അല്ലെങ്കിൽ കോളർ വാലി എന്നൊക്കെ പറഞ്ഞൊരു ടൈഗർ. അപ്പോൾ ഈ കാടുകളിലൊന്നും ഞാൻ അധികം വർക്ക് ചെയ്തിട്ടില്ല. ഈ കടുവയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന കൻഹ ടൈഗർ റിസർവിൽ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു ഫീമെയിൽ ടൈഗർ ഉണ്ടായിരുന്നു, ചോട്ടി മാത എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ ചോട്ടി മാതയുടെ കഥയാണ്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ ചോട്ടിമാത എന്ന് പറഞ്ഞ ടൈഗറിൻ്റെ കഥയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 2008 മുതൽ 2008 ഈ ചോട്ടിമാത ജനിക്കുന്നത്. 2023 വരെ ഏകദേശം 15 വർഷം മധ്യപ്രദേശിലെ കൻഹ ടൈഗർ റിസർവിലെ മുക്കി സോണിൽ ജീവിച്ചിരുന്ന ഒരു ടൈഗറിൻ്റെ കഥയാണ് ഈ ചോട്ടിമാതയുടെ കഥ. അപ്പം ഇടയ്ക്ക് നമ്മൾ ആദ്യം ഓർക്കും ഈ പേരുകളൊക്കെ, ചോട്ടിമാത എന്നുള്ള പേര്, അല്ലെങ്കിൽ മച്ച്ലി എന്നുള്ള പേര്, മായ, സീത, ഇങ്ങനെ പല പല പേരുകളിലൊക്കെ ഈ ടൈഗറുകളൊക്കെ അറിയപ്പെടുന്നുണ്ട്. സാധാരണ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ടൈഗേഴ്സിന് പേരിടുന്നത് T1, T2 അല്ലെങ്കിൽ ടൈഗർ 1, ടൈഗർ 2 അങ്ങനെ പറഞ്ഞ് ടൈഗർ 20, ടൈഗർ 30, ചിലപ്പോൾ ടൈഗർ 100, ടൈഗർ 132 അങ്ങനെ പല നമ്പറുകളിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ടൈഗേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പക്ഷേ എന്നാൽ മധ്യപ്രദേശിലും ബാക്കിയുള്ള പല ടൈഗർ റിസർവിലും ഒക്കെ അവിടെ ജോലി ചെയ്യുന്ന, ടൂറിസം സോണിൽ ജോലി ചെയ്യുന്ന ഡ്രൈവേഴ്സും നാച്ചുറലിസ്റ്റും ഒക്കെ അവർ സ്ഥിരമായിട്ട് കാണുന്ന ടൈഗറിനെയൊക്കെ ഏരിയ വൈസും അതിന് പ്രത്യേക എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ മധ്യപ്രദേശിൽ ജീവിച്ചിരുന്ന ഒരു ടൈഗറിനെ, ഒരു മെയിൽ ടൈഗറിൻ്റെ കണ്ണിൻ്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു കിങ് ഫിഷർ പറക്കുന്ന ഒരു സൈൻ ഉണ്ടായിരുന്നു. അതിന് കിങ് ഫിഷർ മെയിൽ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. വേറെ തടോബയിലുണ്ടായിരുന്ന ഒരു ടൈഗറിൻ്റെ ദേഹത്ത് ഒരു BMW ഒരു മാർക്ക് ഉണ്ടായിരുന്നു. അതിന് BMW മെയിൽ എന്ന് വിളിച്ചിരുന്നു. പിന്നെ ബെഞ്ചിലുണ്ടായിരുന്ന ഒരു ടൈഗർ, ഒരു ബാഗിനാള എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് കാണുന്ന ഒരു ഫിമെയിൽ ബാഗിനാള ഫിമെയിൽ എന്ന് വിളിക്കും. മധ്യപ്രദേശിലെ ഒരു ടൈഗറിന് DJ എന്ന് വിളിക്കാറുണ്ട്, കൻഹയിലെ. അതിൻ്റെ ധവാജണ്ടി എന്ന്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് ധവാജണ്ടിയുടെയാണ് DJ ഫീമെയിൽ. അപ്പോൾ ഇങ്ങനെ പല പേരുകളിലൊക്കെ ഡ്രൈവേഴ്സും ഗൈഡ്സും ഒക്കെ വിളിക്കുന്നുണ്ട്. എളുപ്പത്തിൽ ഇതിനെ അറിയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്നേഹം കൂടുമ്പോഴും ഒക്കെ അവരിങ്ങനെ പേരിട്ട് ഈ കടുവകളെ വിളിക്കാറുണ്ട്. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ കഥയായ ചോട്ടിമാതയിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, 2008 ജനിച്ച ഒരു കടുവയാണ് ചോട്ടിമാത. ഞാൻ 2007 മധ്യപ്രദേശിൽ ജോലിക്ക് വേണ്ടി പോകുന്നത്. അപ്പം കൻഹ ടൈഗർ റിസർവിലായിരുന്നു. അപ്പോൾ 2008 മുതൽ ഞങ്ങൾ ഈ കടുവയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഏകദേശം 2 വയസ്സ് വരെ ഈ ചോട്ടിമാത ഈ തള്ളക്കടുവയുടെ കൂടെയായിരുന്നു. തള്ളക്കടുവ എന്ന് പറയുന്നത് ബഡിമാത എന്നായിരുന്നു നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത്. ആ ബഡിമാതയ്ക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ചോട്ടിമാത ഒരെണ്ണം, പിന്നെ 2 മെയിൽ ടൈഗേഴ്സ് ആയിരുന്നു. അവർ ഓൾറെഡി അമ്മയിൽ നിന്ന് സെപ്പറേറ്റ് ആകും 2 വർഷം കഴിയുമ്പോഴത്തേക്കിന്. ഞങ്ങൾക്ക് കുറേയേറെ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ചോട്ടിമാതയുടെ റോഡിൻ്റെ തൊട്ടടുത്ത് കിട്ടിയിട്ടുണ്ട്, വണ്ടിയുടെ നേരെ നടന്നു വന്നിട്ടൊക്കെയുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളൊരു സൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ ഒരു ഗസ്റ്റിനായിട്ട് അവിടെ മുക്കി സോണിൽ സഫാരിക്ക് പോയി. മുക്കി സോണിൽ സഫാരിക്ക് പോകുന്ന സമയത്ത് ഞാൻ ആ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. വണ്ടി ഓടിച്ചാണ് ഞങ്ങൾ നാച്ചുറലിസ്റ്റുകൾ വണ്ടി ഓടിച്ച് കാട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഗൈഡ് കാണും, ഒരു കപ്പിൾ, UK എന്നുള്ളൊരു കപ്പിളും ഉണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ഞങ്ങൾക്ക് നല്ലൊരു സൈറ്റിംഗ് കിട്ടി. അവിടെ ഉണ്ടായിരുന്ന മുക്കി സോണിലുണ്ടായിരുന്ന വേറൊരു കടുവ ഉണ്ടായിരുന്നു. അതിന് മഹാവീർ ഫീമെയിൽ എന്നാണ് നിങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. മഹാവീർ ഫീമെയിൽ ഞങ്ങളുടെ വണ്ടിയുടെ തൊട്ട് മുമ്പിൽ വന്നു. കുറേ നേരം നടന്നു. അത് കഴിഞ്ഞൊരു പന്നിയൊക്കെ പിടിക്കാൻ നോക്കി. ഹണ്ട് ചെയ്യുന്ന പോസ്റ്റൊക്കെ ഞങ്ങൾക്ക് കുറേ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അന്നേരം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തിരിച്ച് സോണ്ടർ എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റ് ക്യാമ്പിലോട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ടൈഗർ ഷോ എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കുന്നുണ്ട്. ടൈഗർ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മധ്യപ്രദേശിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രാവിലെ കുറേയേറെ ആനകളുണ്ട്, 5-6 ആന. അവർ രാവിലെ കാട്ടിൽ പോയിട്ട് എവിടെയെങ്കിലും കടുവകൾ കിടന്ന് ഉറങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അവർ ആ കടുവയെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഈ ആനപ്പുറത്ത് പോയിട്ട് നമുക്ക് കടുവയെ കാണും, കടുവയുടെ ഫോട്ടോ ഒക്കെ എടുക്കുകയും ചെയ്യും, എളുപ്പത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ടൈഗർ ഷോ അന്ന് അവിടെ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഗസ്റ്റിനോട് ചോദിച്ചു, നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഡേവിഡ് വലിയ താല്പര്യമൊന്നുമില്ല, നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഓൾറെഡി നല്ലൊരു സൈറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ ടൈഗറിന്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ഗസ്റ്റ് ചോദിച്ചു, ഡേവിഡ് നമുക്ക് ഇപ്പോൾ ഒന്ന് പോയാലോ, ടൈഗറിനെ ഒരു ടൈഗറോടെ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറച്ച് നേരത്തെ പറയണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് പോയി ചോദിച്ചു, അവിടെ ഗാർഡിനോട് പോയി ചോദിച്ചു. അപ്പം പറഞ്ഞു, ഉണ്ട്, ആനകൾ ഇപ്പോഴും അവിടെ ഉണ്ട്, നിങ്ങൾ പെട്ടെന്ന് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് ദൂരം ഉള്ളായിരുന്നു. വണ്ടി ഓടിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കിനും അവിടെ 2 ആനകൾ നിൽപ്പുണ്ട്. അപ്പോൾ ആനപ്പുറത്ത് ഗസ്റ്റിനോട് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, എനിക്ക് കാണണം, ആന എന്തായാലും ആനപ്പുറത്ത് പോയാൽ മിക്കപ്പോഴും ടൈഗർ കിടന്ന് ഏതെങ്കിലും മരത്തിനിടയിലെങ്കിലും കിടന്ന് ഉറങ്ങുന്നതായിരിക്കുന്നു. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗസ്റ്റ് തിരിച്ച് വന്നിട്ട് പറഞ്ഞ്, അത് അവിടെ വലിയ ലണ്ടാനയുണ്ട്, നമ്മുടെ നാട്ടിൽ പറയുന്ന അരിപ്പൂല്ലേ, അരിപ്പൂവിൻ്റെ താഴെ ഈ കടുവ കിടന്ന് ഉറങ്ങുന്നുണ്ട്, കൃത്യമായിട്ട് കാണാൻ പറ്റില്ല, അതിൻ്റെ ചെവി, അതിൻ്റെ കുറേ സ്ട്രൈപ്സ് ഒക്കെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ച് വണ്ടിയെ വന്ന് കയറിയിട്ട് ആനകളും തിരിച്ച് പോകാൻ തുടങ്ങി. വേറെ ആരും ഇല്ലായിരുന്നു അവിടെ. അപ്പോൾ അവർ തിരിച്ചു പോകാൻ ഒരുങ്ങിയ സമയത്താണ് പെട്ടെന്ന് ഞങ്ങളൊരു സൗണ്ട് കേൾക്കുന്നത്. എന്ന് പറഞ്ഞ് വലിയൊരു കാർച്ച് സൗണ്ട്. അപ്പം സൗണ്ട് നോക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ആനകൾ അവിടെ നിന്ന് തിരിച്ച് ഈ സൗണ്ട് കേട്ടത്തോടത്ത് പോകുന്നു. അപ്പോൾ ഞാൻ ആനപ്പാപ്പന്മാരെ തിരിച്ചു വിളിച്ചു, ഭയ്യ കാ ഞാൻ ഇത് രാജോ, ഞങ്ങളെ കൊണ്ടുപോകും, ഞങ്ങളും വരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് കടുവകൾ ഈ പന്നിയെ പിടിച്ച സൗണ്ടാണ്. അപ്പോൾ ഈ ബഡിമാത എന്ന് പറഞ്ഞ ആ ഫിമെയിലിൽ, ചോട്ടിമാത നമ്മളിപ്പോൾ കഥ പറയാൻ പോകുന്ന ചോട്ടിമാത എന്ന് പറഞ്ഞൊരു ഫിമെയിലുണ്ട്, 2 വയസ്സുള്ള. പിന്നെ വേറെ 2 യങ്ങായിട്ടുള്ള മെയിൽ ടൈഗേഴ്സും ഉണ്ട്. അവർ 3 അവിടെ ഉണ്ട്. അമ്മയും കൂടെ കൂട്ടി 4 ടൈഗേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ 4 ടൈഗർ കൂടിയിട്ട് ഈ പന്നിയെ പിടിച്ച സൗണ്ട് ആയിരിക്കും കേട്ടെന്ന്. അപ്പോൾ ഞാൻ ഒരു ഗസ്റ്റിനെ
ആനപ്പുറത്ത് വേറൊരു ആനപ്പുറത്ത് ഇരുത്തി ഞാനും ഒരു ആനയുടെ പുറത്ത് കയറിയിട്ട് ഞങ്ങൾ ഇതിനെ കാണാനായിട്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഉള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോട്ടിമാത, നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഈ കടുവ ഈ പന്നിയെ പിടിച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് പന്നിയുടെ മുഖം ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ട് നിലത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ കഴുത്തിന് പുറകിൽ ഇങ്ങനെ കട്ടിച്ച് പിടിച്ചിരിക്കുന്ന ഒരു സീനാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ എൻ്റെ ആനപ്പാപ്പൻ്റെ കയ്യിൽ ചെറിയൊരു ക്യാമറ ഉണ്ട്. പുള്ളി നല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി ബെസ്റ്റ് പൊസിഷനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പുറകിൽ നിന്ന് കുറേ പടമൊക്കെ എടുക്കാൻ പറ്റി. പടങ്ങളൊക്കെ ഉള്ളൂ, അന്നത്തെ കാലത്ത് വീഡിയോ എടുക്കുന്ന സ്വഭാവമൊന്നുമില്ല, അതുകൊണ്ട് കുറച്ച് പടങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാലും കുറേ പടങ്ങളൊക്കെ അന്ന് എടുക്കാൻ പറ്റും. അപ്പം കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിങ്ങനെ ഒന്ന് ഓർത്ത് നോക്കുക, ഒരു 10, 30, 40 കിലോ ഉള്ള നല്ല സൈസുള്ളൊരു പന്നി ഈ കടുവയായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ കടുവയ്ക്ക് എന്ത് ചെയ്താലും അതിനെ കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അമ്മക്കടുവ അവിടെ നിന്ന് നടന്നു വരുന്നത്. ഈ ബടിമാത എന്ന് പറഞ്ഞ കടുവ അവിടെ നടന്നു വന്നിട്ട് ഈ പന്നിയുടെ മുകളിൽ കൈ വെച്ചിട്ട് വലിച്ചുകൊണ്ടൊരു 10-15 മീറ്റർ അങ്ങ് പോവുക. അപ്പം പന്നിയും കടുവയും കൂടെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പന്നിയും കടുവയും കൂടെ ഒരു കൈ വെച്ചു വലിച്ചുകൊണ്ട് പോകണമെങ്കിൽ ആ കടുവയുടെ പവർ എന്തായിരിക്കും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ 2 ടൈഗറും ആ പന്നിയുടെ മുകളിൽ നിന്ന് ഇതിനെ കൊല്ലാനൊക്കെ ശ്രമിക്കുന്ന കുറേ നന്നായിട്ട് കാണാനൊക്കെ പറ്റി. എന്തായാലും 10-15 മിനിറ്റ് നിന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ നമുക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം തിരിച്ച് പാർഗയിലോട്ട് പോകണം. ഞങ്ങൾ തിരിച്ച് വണ്ടിയിലോട്ട് വന്നു. തിരിച്ച് വന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാർ നാച്ചുറലിസ്റ്റ് ഒക്കെ പറഞ്ഞു എന്നാ സൈറ്റിങ്, കാരണം ടൈഗറിൻ്റെ ഒരു കില്ല് കാണുക എന്ന് പറഞ്ഞാൽ ടൈഗർ ഒരു മൃഗത്തെ കൊല്ലുന്ന കാണാൻ പറ്റുമെന്ന് തന്നെ വളരെ അപൂർവമാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുറേയേറെ നേരം അതുകൊണ്ട് സ്പെൻഡ് ചെയ്യാനും പറ്റി. അപ്പോൾ അന്നത്തെ ഈ ഓർമ്മയായിരുന്നു എനിക്ക് ഒരുപക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സൈറ്റിങ്ങുകളിലൊന്നായിരുന്നു ഈ ടൈഗർ. അതും 4 ടൈഗർ കൂടിയിട്ട് ഈ പന്നിയെ പിടിക്കുന്ന ഒരു കാഴ്ച. അത് ചോട്ടിമാതയായിരുന്നു. അപ്പം ഞാൻ അവിടെ 2007 മുതൽ 4 വർഷം കൻഹ ടൈഗർ റിസർവിൽ ജോലി ചെയ്തു. അപ്പോൾ ആ സമയത്തൊക്കെ ചോട്ടിമാത അവിടെ അത്യാവശ്യം നല്ല ടെറിട്ടറിയൊക്കെ ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോഴും രസകരമായിട്ടുള്ള വേറെ കാര്യം ഓർമ്മ വരുന്നത്, ഒരു ദിവസം എനിക്ക് തോന്നുന്നു 2010-ലോ 2011-ലോ കണ്ട് ഞാനിങ്ങനെ എൻ്റെ ഗസ്റ്റുമായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു 3 കൂടുന്ന ഒരു റോഡുണ്ട്. ഞാനിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് ഒരു റോഡ് ഇങ്ങനെ വരുന്നു, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു റോഡ് വരുന്നു. ഞാൻ ഈ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് പെട്ടെന്ന് എനിക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കേൾക്കാം കടുവകളും കുഞ്ഞുങ്ങളും ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കുന്നു, 2 പേര് അടി വെക്കുന്നത്. അപ്പോൾ എന്തായാലും അവർ റോഡിലോട്ട് വരുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. ഞാനിങ്ങനെ മിണ്ടാതെ അനങ്ങാതെ വെയിറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് വേറൊരു വണ്ടിയും കൂടെ വരിക. വണ്ടി പെട്ടെന്ന് വരുന്നത്. ഞാനിപ്പോൾ വണ്ടിയോട് പറഞ്ഞു നിങ്ങളവിടെ വെയിറ്റ് ചെയ്യും, നിങ്ങൾ ഒരുപക്ഷെ 100 മീറ്റർ മാറി നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ വണ്ടിയുടെ അടുത്തൂടെ ഈ ടൈഗർ ക്രോസ് ചെയ്യും. എന്തായാലും 2-3 ടൈഗറും അമ്മയും 3 കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് നമുക്ക് ഏകദേശം ഉറപ്പാന്ന് പറയും. അപ്പോൾ അതിൻ്റെ അകത്തിരുന്ന ഒരു ലേഡി എന്നോട് പറയുക, സാറേ എനിക്ക് അത്യാവശ്യമായിട്ട് ബാത്റൂമിൽ പോകണം, എനിക്ക് മുള്ളാൻ മുട്ടിയിട്ട് ഒരു രക്ഷയില്ല, എനിക്ക് ഇപ്പം തന്നെ പോകണം, ഇല്ലേ ഞാൻ പ്രശ്നമാവും. ഇവിടെ 10 മിനിറ്റ് ദൂരെയാണ് അവിടെ ക്യാമ്പുള്ള, ഫോറസ്റ്റ് ക്യാമ്പുള്ള, അവിടെ പോയി മൂത്രമൊഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് വരാം. ഞാൻ പറഞ്ഞു എന്തായാലും ഉടനെ ടൈഗർ വെളി വരുന്നു. ഇവരുടെ വണ്ടി അങ്ങോട്ട് പോവുകയും ഈ അമ്മക്കടുവയും 3 കുഞ്ഞുങ്ങളൂടെ വെളി വന്നിറങ്ങി. ഞങ്ങൾക്ക് നന്നായിട്ട് സൈറ്റിങ് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഓൾറെഡി ടൈഗർ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞിരുന്നു. നമ്മളൊരു കാര്യം ഓർക്കേണ്ട, നമ്മൾ കാട്ടിൽ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് വിൻ്ററൊക്കെ ആകുന്ന സമയത്ത് ആദ്യം ബാത്റൂമിലൊക്കെ പോയിട്ടൊക്കെ വേണം പോകാൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ സൈറ്റിങ്ങുകളൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. എന്തായാലും ആ 4 വർഷം കൻഹയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറേ നല്ല സൈറ്റിങ് കിട്ടി ചോട്ടിമാതയുടെയൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ സത്പുര എന്ന് പറഞ്ഞൊരു ടൈഗർ റിസർവിലോട്ട് ഞാൻ ജോലിക്ക് വേണ്ടി പോയി. 6 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് വരുമായിരുന്നു ഇവിടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനും ഒരു സഫാരിയൊക്കെ എടുക്കാനും. ആ സമയത്തൊക്കെ ഞാൻ ഈ ചോട്ടിമാതയെ കാണുന്നതാണ്. അപ്പോൾ ചോട്ടിമാത അവിടെ ഒരു ഡോമിനൻറ്റ് ടൈഗറായി കഴിഞ്ഞിരുന്നു. മുക്കിലൊരു വലിയ ടൈഗറാണ്. ഏകദേശം ഒരു ചുവപ്പ് കലർന്ന ഓറഞ്ച് കണ്ണാണ് ഇതിന്. അപ്പോൾ ദൂരെ നിന്ന് കണ്ടാൽ ഇതിനെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. നല്ല മാർക്കിങ്ങുകളൊക്കെ നല്ല സൈസുള്ള ഒരു ഫിമെയിൽ ടൈഗറാണ്. എനിക്കൊന്ന് മുക്കി മുതൽ അങ്ങ് രാജാക്കച്ചാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കിസ്ലി സോണിൻ്റെ അടുത്തുള്ള, ഏകദേശം ഒരു 50-60 സ്ക്വയർ കിലോമീറ്റർ ഏരിയ അതിൻ്റെ ഇനിഷ്യൽ സമയത്ത് ഈ ചോട്ടിമാത ഇങ്ങനെ കവർ ചെയ്തിരുന്നു. അപ്പം നല്ല സ്ട്രോങ് ആയിട്ട് ഏകദേശം 3-4 മെയിൽ ടൈഗേഴ്സ് ഉള്ളതിൻ്റെ അകത്തു നിന്നാണ് ഈ ചോട്ടിമാത കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വന്നിരുന്നത്. അപ്പോൾ 6 വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് തന്നെ ചോട്ടിമാത അവിടുത്തെ ഒരു ഡോമിനൻറ്റ് ഫീമെയിൽ ആയി കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൈറ്റിങ്. ഞങ്ങൾ ചോട്ടിമാതയുടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വാട്ടർ ഹോളുണ്ട്, അവിടെ പോയി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. നല്ല സമ്മർ ആ സമയത്ത് സമ്മർ എന്ന് പറഞ്ഞാൽ 46-47 ഡിഗ്രി ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ദൂരെ നിന്ന് ഈ കാടിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ചക്കെന്ന് പറഞ്ഞ് സൗണ്ട് കേൾക്കാൻ പറ്റും. സൗണ്ട് കേൾക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ചോട്ടിമാത പതിയെ നടന്നു വരുന്നു. ഈ കടുവ ചോട്ടിമാത നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും മനസ്സിലായി ചോട്ടിമാതയുടെ കൂട്ടത്തിൽ ഇത്രയുള്ള 3 പീക്കിരി കുഞ്ഞ് കടുവകൾ. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് പതിയെ നടന്നു വന്ന് അവിടെ ഒരു ചെറിയൊരു ഒരു ഡെഡ് വുഡ് ഉണ്ട്, ഒരു ചെറിയ മരം വീണ് കിടപ്പുണ്ട്. ആ മരത്തിൻ്റെ മുകളിലേക്ക് 3 കുഞ്ഞുങ്ങളെയും ചെറുതായിട്ട് കയറിയിട്ട് ചോട്ടിമാത അവിടെ നിന്ന് ഇങ്ങനെ നോക്കുവാണ് ആ വെള്ളത്തിലോട്ട്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കിന് വേറെ കാര്യമുണ്ട്. അത് നോക്കാൻ കാര്യം 2 മിനിറ്റ് അവിടെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഓൾറെഡി ഒരു മെയിൽ ടൈഗർ വെള്ളത്തിലിരിപ്പുണ്ട്. അപ്പം ഈ കുഞ്ഞുങ്ങളുടെ അച്ഛനല്ലെങ്കിൽ ഈ ടൈഗർ ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൊന്നുകളയും. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫീമെയിൽ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആ കുഞ്ഞുങ്ങളുടെ അച്ഛനായിട്ടുള്ള ഞങ്ങൾ ഉമർപാനി എന്ന് പറഞ്ഞൊരു ടൈഗറുണ്ട്. ഒരു പക്ഷേ കൻഹയിലുണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും വലുപ്പമുള്ള ഒരു ടൈഗർ, കണ്ടാൽ വലിയൊരു മോൺസ്റ്റർ പോലെ ഇരിക്കുന്ന വലിയൊരു മെയിൽ ടൈഗറായിരുന്നു ഉമർപാനി. ആ ഉമർപാനി ടൈഗറായിരുന്നു. അപ്പം ആ ചോട്ടിമാതയ്ക്ക് മനസ്സിലായത് അവരുടെ തന്നെ അച്ഛനാണെന്ന് മനസ്സിലായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് പതിയെ വെള്ളത്തിലോട്ട് ഇറങ്ങി വന്നു. അപ്പോൾ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കി, ഇത്രയുള്ള നമ്മുടെ പൂച്ചക്കുട്ടികളുടെ സൈസുള്ള ചെറിയ ടൈഗർ. സാധാരണ ടൈഗേഴ്സൊക്കെ 3 മാസം വരെ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഡെന്നിൻ്റെ അകത്ത് വെച്ചിട്ടേ അവർ
തിരിച്ച് ഇങ്ങോട്ട് വെളിയിൽ ഇറക്കുള്ളൂ. കാരണം ആ സമയത്ത് അത്ര വൾണറബിളാണ്. കാരണം വേറെ ഏതെങ്കിലും ജീവികളോ വല്ല പുലിയോ വേറെ കടുവകളൊക്കെ കൊല്ലാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട്. പക്ഷേ ആ വർഷം ഭയങ്കര ചൂട് കൂടിയുകൊണ്ട് ഈ ചോട്ടിമാത കുഞ്ഞുങ്ങളായിട്ട് വെളി വന്നു. അതൊരു ഭയങ്കര കാഴ്ചയായിരുന്നു. കുഞ്ഞുങ്ങൾ മൂന്നും വന്നിട്ട് അമ്മയുടെ മേളിൽ കൂടെ കയറി ഉരുണ്ട് മറിയുന്നു. ഒരു കുഞ്ഞ് തീരെ ഒരു ചെറിയ കുഞ്ഞുണ്ടായിരുന്നു, ഇങ്ങനെ ഞങ്ങളെയൊക്കെ നോക്കി നിൽക്കുന്നു. 3 കുഞ്ഞുങ്ങൾ അമ്മയുടെ മേളിൽ കയറി നിന്നിട്ട് വേറെ എന്തോ അവിടെ ഒരു കാട്ടുപോത്തൊക്കെ അടുത്തിപ്പോൾ ആ കാട്ടുപോത്തിനെയൊക്കെ നോക്കുന്നു. ആ സമയത്ത് ഉമർപാനി ടൈഗർ, ഈ മെയിൽ ടൈഗർ ഇങ്ങനെ സൈഡിൽ സുഖമായിട്ട് ഇങ്ങനെ വളർത്തിയിരിക്കുന്നു. അപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ ഈ 5 ടൈഗർ ഒരുമിച്ച് വളർത്തിയിരിക്കുന്ന ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഈ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും ഒരു കാര്യം കൂടെ പറയണം. ഈ ചോട്ടിമാതയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ചോട്ടിമാത ഈ കുഞ്ഞുങ്ങളെ ജനിച്ച സമയത്ത് കുഞ്ഞുങ്ങളെ കീപ്പ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൻഹ എന്ന് പറഞ്ഞൊരു സാൽ ഫോറസ്റ്റാണ്, സാൽമരങ്ങൾ നിറഞ്ഞ ഒരു ഫോറസ്റ്റാണ്. അപ്പോൾ ആ ഒരു വീണ് കിടക്കുന്ന ഒരു സാൽമരമുണ്ട്. ആ സാൽമരത്തിന് അകത്ത് വലിയൊരു പൊത്തുണ്ട്. ആ പൊത്തിൻ്റെ അകത്താണ് ഈ കുഞ്ഞുങ്ങളെ വെച്ചിരുന്നത്. അപ്പോൾ 2-3 മാസം വരെ ഈ പൊത്തിൻ്റെ അകത്ത് കുഞ്ഞുങ്ങൾ ജീവിക്കും. അത് കഴിഞ്ഞാണ് വെളിയിൽ കൊണ്ടിരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവിടെ സത്പുരയിലൊരു ഫീൽഡ് ഡയറക്ടറുണ്ട്, സഞ്ജയ് ശുക്ല എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു സുഹൃത്തായിരുന്നു. അദ്ദേഹം പോയി ആനപ്പുറത്ത് പോയിട്ട് ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ആ ഫോട്ടോ ഇവിടെ വെക്കാം. ഞാൻ അദ്ദേഹത്തോട് പെർമിഷൻ മേടിച്ചിട്ടുണ്ട് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഫോട്ടോ ഇവിടെ വെക്കാം. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കുഞ്ഞുങ്ങളെ ഈ പൊത്തിൽ ഈയാണ് സൂക്ഷിച്ചിരുന്നത്. വേറെ രസം എന്ന് പറഞ്ഞാൽ ഈ ചോട്ടിമാതയ്ക്കൊരു ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഇപ്പം കൻഹയിലെ മുക്കി സോണിൻ്റെ ഡോമിനേറ്റ് ആയിട്ടുള്ള ഷർമിളി എന്ന് പറഞ്ഞൊരു ഫീമെയിൽ ഉണ്ട്. ആ ഫീമെയിലും ഈ സെയിം ആയിട്ടുള്ള ലോഗിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളെ കീപ്പ് ചെയ്തതായിട്ട് പിന്നീട് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈഗേഴ്സിൻ്റെ ഒരു യുണീക്കായിട്ടുള്ള ബിഹേവിയർ, അവർ പല സ്ഥലങ്ങൾ ചൂസ് ചെയ്യും. ചിലൊക്കെ കേവുകളാണ്, ഈ പാറക്കെട്ടുകളിടക്കുള്ള ക്രിവേഴ്സുകൾ യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പം നല്ല തിക്കായിട്ടുള്ള ഗ്രാസ് ലാൻഡ് യൂസ് ചെയ്യാറുണ്ട്, പുൽമേടുകൾ യൂസ് ചെയ്യാറുണ്ട് കുഞ്ഞുങ്ങളെ കീപ്പ് ചെയ്യാനായിട്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മധ്യപ്രദേശിലെ ഈ കൻഹ ടൈഗർ റിസർവിൽ വളരെ സീനിയർ ആയിട്ടുള്ളൊരു ഗൈഡുണ്ട്, ഞങ്ങളുടെ സുഹൃത്തായ തീരത്ത് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് തീരത്തുമായിട്ടിരുന്ന് സംസാരിക്കാറുണ്ട്. തീരത്ത് നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും അപൂർവമായിട്ടുള്ള കാഴ്ച എന്താണെന്ന് ചോദിക്കും. അപ്പോൾ തീരത്തൊരിക്കൽ പറഞ്ഞൊരു കഥയെന്ന് പറഞ്ഞാൽ, തീരത്ത് മുക്കി സോണിൽ ഒരു കാഴ്ച കണ്ടിട്ടുള്ള ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ടൈഗർ ലീഫ് ലിറ്റർ, നല്ല തിക്കായിട്ടുള്ള ഡ്രൈ ലീഫ് ലിറ്ററിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ലീഫ് ലിറ്റർ ഇങ്ങനെ കുഞ്ഞുങ്ങളെ മൂടി വെച്ചിട്ട് പോകുന്ന ഒരു കാഴ്ച തീരത്ത് കണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ചോട്ടിമാത ആ കുഞ്ഞുങ്ങളുമായിട്ട് വെള്ളത്തിലിരിക്കുന്ന കഥയിലോട്ട് നമുക്ക് തിരിച്ചു വരാം. ഞങ്ങൾക്കത് കുറേ നേരം കാണാൻ പറ്റി. ഏകദേശം ഒരു 10-20 മിനിറ്റ് ഈ ചോട്ടിമാത അവിടെ വെള്ളത്തിലിരിക്കുന്നതും കുഞ്ഞുങ്ങൾ മേളിലിരിക്കുന്നതും വെള്ളത്തിലിരുന്ന് കളിക്കുന്നതൊക്കെ കുറേ നേരം കാണാൻ പറ്റി. അപ്പോൾ ആ സമയത്ത് ഈ ഉമർപാനി എന്ന് പറഞ്ഞാൽ വലിയ മെയിൽ ടൈഗറും ആ വെള്ളത്തിൽ അവരുടെ കൂട്ടത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു ഇത് കാണാൻ. കുറേയേറെ പ്രാവശ്യം ഞങ്ങൾക്ക് ഈ ചോട്ടിമാതയും കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ സ്ഥിരമായിട്ട് സൈറ്റിങ് അതിന് കാണാൻ പറ്റി. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ സെയിം വാട്ടർ ഹോളിൽ പുതിയൊരു മെയിൽ ടൈഗർ വന്നു. ഒരു യങ് ആയിട്ടുള്ള, ഞങ്ങൾ MP1 എന്ന് വിളിക്കുന്ന ഒരു ടൈഗർ ഉണ്ട്. മഹാബീർ എന്ന് പറഞ്ഞൊരു വേറെ ഫീമെയിൽ ഉണ്ടായിരുന്നു. ആ മഹാബീർ ഫീമെയിലിൻ്റെ ഒരു യങ് മെയിൽ 2 വയസ്സ് പ്രായമുള്ളൊരു ആൺ ടൈഗർ അവിടെ വന്നിരിപ്പുണ്ട്. അപ്പം ഈ ഡോമിനൻ്റ് മെയിലിന് ഈ ആൺ ടൈഗർ അവിടെ വരുന്ന കുഴപ്പമില്ല. കാരണം ഇത് ആ മെയിൽ ടൈഗറിന് തന്നെ ആൺകുട്ടിയാണ്, വേറെ ഫീമെയിലിൽ നിന്നാണെന്നുള്ളൂ. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി ചോട്ടിമാതയുണ്ട് 3 കുഞ്ഞുങ്ങളുമായിട്ട്. എൻ്റെ സുഹൃത്ത് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ചോട്ടിമാത ഒരു സൈഡിലിരിക്കുന്നു, ആ MP1 എന്ന് പറഞ്ഞൊരു മെയിൽ ടൈഗർ ഒരിടത്തിരിക്കുന്നു, വേറെ ഒരു ഈ ഉമർപാനി എന്ന് പറഞ്ഞ ടൈഗർ വെള്ളത്തിരിക്കും. 3 ടൈഗറും ഒരുമിച്ചിരിക്കും. അങ്ങനെ സാധാരണ കാഴ്ചകൾ കാണാറുള്ളതല്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ഈ യങ്ങായിട്ടുള്ള മെയിൽ ടൈഗർ പോയിട്ട് ഈ ചോട്ടിമാതാവായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ആ കുഞ്ഞുങ്ങളെ 2 എണ്ണത്തിനെ കൊന്നതാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഞാൻ ആ സമയത്തില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ 2 മെയിലും ഫീമെയിലും നിന്ന് ഫൈറ്റ് ചെയ്യുന്നത്. എൻ്റെ കുറേ സുഹൃത്തുക്കൾ വേറെ വണ്ടിയിലൊക്കെ ഇരുന്ന് കുറേ പേരിന്ന് കരയുന്ന കാഴ്ചയാണ്. കാരണം ഇത്ര കുഞ്ഞായിട്ടുള്ള ടൈഗറിനെ ഈ ഒരു യങ് മെയിൽ ടൈഗർ വന്ന് കണ്ടിട്ട് കൊല്ലുന്ന ആ കാഴ്ചയൊക്കെ അവർ കാണാൻ പറ്റി. പിന്നെ കണ്ടത് ഈ തള്ളക്കടുവ ഈ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടന്നൊക്കെ പോകുന്ന അവർക്ക് കാണാൻ പറ്റി. ഭയങ്കര സങ്കടകരമായ കാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞത് സർവൈവായി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ സെയിം അവിടെ ഒരു റോക്കുണ്ട്, ഞാൻ അതിൻ്റെ പടം ഇടാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരിങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു റോക്കുണ്ട്. ആ റോക്കിന് മേളിൽ ഈ മെയിൽ ടൈഗർ ഇരിക്കുന്നതും ഫീമെയിൽ ഇരിക്കുന്നതും ഈ അങ്ങ് പുതിയതായിട്ട് വന്ന മെയിൽ ടൈഗർ എല്ലാം ആ റോക്കിൻ്റെ അടുത്ത് വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റി. അപ്പോൾ ഈ ഒരു സിംഗിൾ കബ്ബുമായിട്ട് ഈ ചോട്ടിമാത അവിടെ ഇരിക്കുന്നു. പിന്നെ ഈ കബ്ബ് വലുതാകുകയും ആ കബ്ബ് സർവൈവ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കിന് തന്നെ ചോട്ടിമാത ഏകദേശം 15 വർഷം മുക്കി സോണിൽ ജീവിച്ചിരുന്നു. കുറേയേറെ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. കുറേയേറെ കുഞ്ഞുങ്ങളെ വേറെ ടൈഗർ വന്ന് കൊന്നിട്ടുണ്ട്. കാരണം ഇതൊരു പ്രൈമായിട്ടുള്ള സ്ഥലത്താണ് ഈ കടുവ ജീവിച്ചിരുന്നത്. അവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു 4 മെയിൽ ടൈഗറിൻ്റെയെങ്കിലും ടെറിട്ടറി ഷെയർ ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ വലിയ പാടായിരുന്നു കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത്. എന്നിരുന്നാലും അവസാനം എനിക്ക് തോന്നുന്നു 3 ടൈഗറിന് ലിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം പ്രസവിക്കുമ്പം കുഞ്ഞുങ്ങളെ ലിറ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ 3 പ്രാവശ്യം അവർ സക്സസ്ഫുള്ളായിട്ട് കുഞ്ഞുങ്ങളെ റേസ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ലിറ്ററിലുണ്ടായിരുന്ന ദവാജണ്ടി എന്ന് പറഞ്ഞൊരു ഫീമെയിൽ, അവൾ ഇപ്പോഴും സക്സസ്ഫുള്ളായിട്ട് അവിടെ മുക്കി സോണിലുണ്ട്. പിന്നെ ചിംഡ ഫീമെയിൽ എന്ന് പറഞ്ഞൊരെണ്ണം, അതും ഈ ചോട്ടിമാതയുടെ കുഞ്ഞാണ്. ഇപ്പം മുക്കി സോണിലുള്ള ഈ ഷർമിളി എന്ന് പറഞ്ഞ ടൈഗർ, അതും ഈ ചോട്ടിമാതയുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ ചോട്ടിമാതയുടെ കുഞ്ഞുങ്ങൾ കൻഹയുടെ പല സോണുകളിലും അവർ സക്സസ്ഫുള്ളായിട്ട് കുഞ്ഞുങ്ങളെ റേസ് ചെയ്ത് ജീവിക്കണുണ്ട്. ഇത്രയും മുക്കി സോണിൻ്റെ സ്ഥലമൊക്കെ ഭരിച്ചിരുന്ന ഈ ചോട്ടിമാത അവസാന സമയമായപ്പോഴത്തേക്കിന് മുക്കി സോണിൽ ഒരു ചെറിയ ഡ്രൈ സ്ട്രീമുണ്ട്, ഒരു റിവർ ബെഡ് ഉണ്ട്. നമ്മളതിന് കരാടി നാള എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കരാടി നാളയിലാണ് കുഞ്ഞുങ്ങളെ വെച്ചിരുന്നത്. അപ്പോൾ അവിടുന്ന് അധികം ദൂരോട്ടൊന്നും ഈ ടൈഗർ മൂവ് ചെയ്തില്ല. ആ കരാടി നാള മാത്രമായിട്ട് ഇതിൻ്റെ ടെറിട്ടറി ആയിട്ട് വളരെ ചുരുങ്ങി. അവസാനമായപ്പോൾ ആ കുഞ്ഞുങ്ങളും ചത്തുപോയി.
പിന്നൊരു കാര്യം 2023 ഏകദേശം ഹോളിഡേ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ ഒരു എലിഫൻറ്റ് ക്യാമ്പ് ഉണ്ട്, ഗായ്ദാർ എന്ന് പറഞ്ഞൊരു സ്ഥലം. അതിൻ്റെ അടുത്ത് അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ചത്ത ഒരു ടൈഗറിനെ കണ്ടു. അവർക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം അഴുകിയിരുന്നു അതിൻ്റെ ബോഡിയൊക്കെ. അപ്പം പിന്നെ ഒരു ഫീമെയിലാണെന്ന് അവർക്ക് മനസ്സിലായി. ഒരു പക്ഷേ എല്ലാവരും വിശ്വസിക്കുന്നത് ഈ ചോട്ടിമാത എന്ന് പറഞ്ഞ ടൈഗർ ആയിരുന്നു അത് ചത്തുപോയത് 2023. അപ്പോൾ ഏകദേശം 2008 മുതൽ 2023 വരെ ഈ കൻഹ ടൈഗർ റിസർവിലെ മുക്കി സോൺ ഭരിച്ചിരുന്ന ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ടൈഗറായിട്ട് നമുക്ക് കണക്ക് കൂട്ടണം ചോട്ടിമാത. കാരണം ചോട്ടിമാതയുടെ ഇപ്പോഴും കുഞ്ഞുങ്ങളവിടെ സക്സസ്ഫുള്ളായിട്ട് അവർ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. ഇപ്പം ഷർമിളി എന്ന് പറഞ്ഞ ടൈഗർ ആയാലും DJ ദവാജൻഡി ഫീമെയിൽ, ചിംട്ട ഫീമെയിൽ, ഇങ്ങനെ കുറേയേറെ ഫീമെയിലുകളുണ്ട്. അപ്പം ഈ പ്രകൃതിയുടെ നിയമം എങ്ങനെയാണ്, കുറേ വർഷങ്ങളൊക്കെ ജീവിച്ച ചില സമയത്തൊന്നും ടൈഗർ ഇത്ര സക്സസ്ഫുള്ളായിട്ട് ജീവിക്കാറില്ല. വേറെ ഏതെങ്കിലും ഒരു പുതിയ ഫീമെയിൽ വന്നിട്ട് ചിലപ്പോൾ ഈ ടൈഗറുമായിട്ട് ഫൈറ്റ് ചെയ്ത് തന്നെ കൊന്നുകളയാറുണ്ട്. ചില സമയത്ത് ഈ ടെറിട്ടറിയിൽ നിന്നൊക്കെ ഈ ഫീമെയിലൊക്കെ ഓടിപ്പോകേണ്ടൊക്കെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിജീവിച്ച് ജീവിച്ചിരുന്ന ഒരു ടൈഗറായിരുന്നു ഈ ചോട്ടിമാത. ഇതൊക്കെയായിരുന്നു ചോട്ടിമാതയുടെ വിശേഷങ്ങൾ. ഇനിയും കടുവകളെക്കുറിച്ച് ഒരുപാട് കഥകൾ പറയാനുണ്ട്. അതൊക്കെയായിട്ട് ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇന്നത്തെ കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.